സ്റ്റേജ് ഫിയർ ഉണ്ടാവാൻ പാടില്ല. പബ്ലിക് സ്പീക്കർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവാൻ പാടില്ല. എലിമിനേറ്റ് സ്റ്റേജ് ഫിയർ. ഇങ്ങോട്ട് കയറുമ്പോഴേ നമ്മൾ വല്ലാണ്ട് അങ്ങ് നെർവസ് ആവും അല്ലേ. അയ്യോ എല്ലാവരും എന്നെ നോക്കുന്നു, എൻ്റെ ദൈവമേ, അയ്യോ എന്തോ പറയും ഞാൻ, ഷിജുവേ കൈയൊക്കെ അങ്ങോട്ട് വിറച്ചിട്ട് വിയർത്തിട്ട് കാലൊക്കെ അങ്ങോട്ട് ഇടിച്ചിട്ട് പഠിക്കാം. സ്റ്റേജ് ഫിയർ മരണഭയത്തേക്കാൾ ആളുകൾക്ക് പേടിയുള്ള സാധനമാണ് സ്റ്റേജ് ഫിയർ. മാറ്റാൻ പഠിക്കാൻ പോകാം. എപ്പോഴാണ് ഈ സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നത് എന്നറിയാമോ? എപ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നത്? എപ്പോഴാണ് നമ്മൾ നെർവസ് ആവുന്നത്? തോന്നൽ. ഓക്കെ, അവരുടെ അവയർനെസ് ലെവൽ കൂടുതലാണെന്നുള്ള തോന്നൽ. യെസ്. അടുത്തത് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ. ജഡ്ജ്മെൻറ്റ്. യെസ് 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 യെസ്. പ്രാക്ടീസ്. വൊക്കാബുലറി. ക്വസ്റ്റ്യൻസ്. ഓക്കെ. അടുത്ത ജഡ്ജ്മെൻറ്റ്. യെസ്. സബ്ജക്റ്റ് നോളജ്. യെസ്. ലോ എനർജി. യെസ്. ഫ്ലോ. ഒപ്പീനിയൻ അബൌട്ട്. ഓക്കെ. യെസ് യെസ് യെസ്. മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന ചിന്ത. ഈ പറഞ്ഞതൊക്കെ എന്തിനെ കുറിച്ചാ? ഈസ് അബൌട്ട് മീ, എന്നെക്കുറിച്ച് ആണോ? ഞാൻ മറന്നു പോകുമോ? എനിക്ക് തെറ്റിപ്പോവോ? എനിക്ക് ഓർമ്മ കിട്ടുമോ? എനിക്ക് തെറ്റിപ്പോവോ? എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാം എനിക്ക് ഞാൻ. എപ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നതെന്ന് പറയട്ടെ. വെൻ യു ആർ തിങ്കിങ് എബൌട്ട് യു. ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെക്കുറിച്ച് ചിന്തിക്കുക. ദൈവമേ, ഷർട്ടൊക്കെ കറക്റ്റാണോ? ഞാൻ ഷൂ പോളിഷ്, നഖം വെട്ടാൻ മറന്നു പോയി, അയ്യോ. ഇതെല്ലാം എന്നെക്കുറിച്ചുള്ള ചിന്തകളാണ്. എപ്പോൾ ഈ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വരുന്നോ, എത്ര വലിയ പബ്ലിക് സ്പീക്കറായാലും അവൻ നെർവസ് ആവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു 2 മിനിറ്റ് മുന്നേ ഞാനെന്താ പറഞ്ഞേ? ടേൺ ബാക്ക് യുവർ ടേബിളിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എന്തിനായിരുന്നു? എനിക്ക് പെട്ടെന്ന് എന്നെക്കുറിച്ച് ഓർമ്മ വന്നു. ലൈവ് കറക്റ്റാണോ, അത് ഓടുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ തോട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളെ എൻഗേജ്ഡ് ആക്കിയിട്ട് അത് പോയി ഫിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് തീർത്തു. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് മീ. എപ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നത്? നെർവസ് ആകുന്നത്. എപ്പോഴാണ് പപ്പേട്ട നെർവസ് ആകുന്നത്? എപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും. സോ സ്റ്റേജ് ഫിയർ മാറാനുള്ള ഏറ്റവും മികച്ച മാർഗം, നെവർ തിങ്ക് എബൌട്ട് യു, ഓൺലി തിങ്ക് അബൌട്ട് യുവർ ഓഡിയൻസ്. എന്താണ്? ഓഡിയൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു പേടിയും നമുക്കുണ്ടാവില്ല.